നമസ്തേ. സനാതന ധർമ്മം അല്ലെങ്കിൽ സനാതന സംസ്കാരം എന്ന് പറയുന്നത് ഒരൊറ്റ പുസ്തകമോ ഒരു മതസ്ഥാപകനോ ഉണ്ടാക്കിയ ആശയമല്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി വളർന്നു വന്ന ജീവിത രീതികൾ, ദർശനങ്ങൾ, ആചാരങ്ങൾ, ആത്മീയ ചിന്തകൾ എന്നിവയുടെ വലിയൊരു കൂട്ടായ പാരമ്പര്യത്തെയാണ് പലരും ഈ പേരിൽ വിളിക്കുന്നത്. സനാതന എന്ന വാക്കിന് ശാശ്വതം അല്ലെങ്കിൽ എറ്റേണൽ എന്ന അർത്ഥമുണ്ട്. ധർമ്മം എന്നത് വെറും മതത്തിൽ എന്നതിലൊതുങ്ങില്ല. അവിടെ ജീവിതക്രമം, നന്മ, ഉത്തരവാദിത്തം, കോസ്മിക് ഓർഡർ എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇതിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ പോലുള്ള പ്രാചീന ഗ്രന്ഥങ്ങൾ, കർമ്മം, പുനർജന്മം, മോക്ഷം പോലുള്ള ആശയങ്ങൾ, യോഗ, ധ്യാനം, ഭക്തി, ക്ഷേത്രങ്ങൾ, പൂജകൾ, ഉത്സവങ്ങൾ, പല ദൈവരൂപങ്ങൾക്കും ആരാധനയൊക്കെയാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ സനാതനം എന്നത് ഒരേ രീതിയിൽ എല്ലാവരും ഡിഫൈൻ ചെയ്യില്ല. ചിലർക്കത് ആത്മീയതയാണ്, ചിലർക്ക് സംസ്കാരം, പാരമ്പര്യം, കുടുംബ മൂല്യങ്ങൾ എന്നൊക്കെയാണ്. അതേസമയം വിമർശകർ പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്ക് മതപരമായ ന്യായീകരണം നൽകിയ ഭാഗങ്ങൾ, സാമൂഹിക അസമത്വങ്ങൾ, ചില പഴയ ആചാരങ്ങൾ ഇവയും സനാതനത്തിന്റെ പേരിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും സനാതനം എന്ന വാക്ക് വന്നാൽ വലിയ ഡിബേറ്റ് ഉണ്ടാകുന്നത്. ഒരാൾക്കത് ആത്മീയ പൈതൃകമാകുമ്പോൾ മറ്റൊരാൾക്കത് പഴയ സാമൂഹിക പവർ സ്ട്രക്ചറാണ്. അതിനാൽ സനാതന സംസ്കാരം ഒരു സിമ്പിൾ ഡെഫിനിഷൻ കൊണ്ട് തീരുന്ന വിഷയമല്ല. ഹിസ്റ്ററി, ഫിലോസഫി, റിലീജിയൻ, പൊളിറ്റിക്സ്, കൾച്ചർ എല്ലാം മിക്സായ വലിയൊരു കൺസെപ്റ്റ് ആണത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തെയോ വിശ്വാസത്തെയോ മുഴുവനായി എറാഡിക്കേറ്റ് ചെയ്യണമെന്ന ഭാഷ അപകടമാണ്. റീഫോം വേണമെങ്കിൽ ഡിബേറ്റ്, ലോ, എഡ്യൂക്കേഷൻ, സോഷ്യൽ ചേഞ്ച് വഴി വരണം, വെറുപ്പ് വഴിയല്ല. ചരിത്രം നോക്കിയാൽ എല്ലാ മതങ്ങളിലും സംസ്കാരങ്ങളിലും നല്ലതും ചീത്തയും ഉണ്ടായിട്ടുണ്ട്. സമൂഹം സാധാരണ ഇവോൾവ് ചെയ്യുന്നത് മനുഷ്യരെ ഇല്ലാതാക്കിക്കൊണ്ടല്ല, വൃത്തികെട്ട ആചാരങ്ങൾ മാറ്റിക്കൊണ്ടാണ്. അതിനാൽ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് അബ്യൂസ്, ഇനിക്വാലിറ്റി എന്നിവയെ ശക്തമായി ഒപ്പോസ് ചെയ്യാം. പക്ഷേ കോടിക്കണക്കിന് ആളുകളുടെ ഫെയ്ത്തിനെ ഇൻസൾട്ടിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്താൽ പോളറൈസേഷൻ കൂടും. സനാതനം തുടച്ചു നീക്കുകയല്ല, ഡിസ്എഗ്രിമെന്റ് ഉണ്ടെങ്കിലും കോ എക്സിസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ് ജനാധിപത്യത്തിന്റെ സ്ട്രെങ്ത്.